ആദ്യമായാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. മിറാക്കിൾ യൂട്യൂബ് ചാനൽ അവതരിപ്പിക്കുന്ന അപ്പുവും രാക്ഷസിയും. പകലൂണ് കഴിഞ്ഞ് അപ്പു കളിക്കാൻ ഓടി. സന്ധ്യയ്ക്ക് തിരിച്ചെത്തി കാലും മുഖവും കഴുകി നാമം ചൊല്ലാനിരുന്നു. നാമം ചൊല്ലിത്തീർന്നപ്പോൾ മുത്തശ്ശിയോടൊപ്പം അത്താഴം കഴിച്ച് അവൻ മുത്തശ്ശിയുടെ മടിയിൽ പോയിരുന്നു. ഇന്ന് എന്ത് കഥയാണ് മുത്തശ്ശി എനിക്ക് പറഞ്ഞു തരാൻ പോകുന്നത് എന്ന് ചോദിച്ചു. മുത്തശ്ശിയപ്പോൾ നാളെ ചാത്തം ഉണ്ണാൻ പോവേണ്ട കാര്യം നിനക്ക് ഓർമ്മയില്ലേ എന്ന് ചോദിച്ചു. പുഞ്ചിരിച്ച് അവൻ ഉണ്ടെന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ നല്ലൊരു കഥ പറഞ്ഞു കൊടുത്ത് അവനെ ഉറക്കി. പിറ്റേന്ന് അതിരാവിലെ തന്നെ അപ്പുവിനെ മുത്തശ്ശി വിളിച്ചുണർത്തി. പല്ലു തേച്ച് കുളിച്ച് അവൻ മുത്തശ്ശിയുടെ കൂടെ ചാത്തം ഉണ്ണാൻ പോയി. ചാത്തം മുട്ട് കഴിഞ്ഞപ്പോൾ അവന് മുണ്ടും അപ്പവും അടയും നാണയങ്ങളും പ്രതിഫലമായി കിട്ടി. സന്തോഷത്തോടെ അവൻ കോടിമുണ്ടും നാണയങ്ങളും മുത്തശ്ശിയെ ഏൽപ്പിച്ചു. കയ്യിലുണ്ടായിരുന്ന അടയും കൂടി തിന്നപ്പോഴേക്കും അപ്പുവിന്റെ വയറ് നിറഞ്ഞു. അപ്പം അവൻ സൂത്രത്തിൽ മടിയിൽ വെച്ച് മുത്തശ്ശിയോടൊപ്പം വീട്ടിലേക്ക് തിരിച്ചെത്തി. അവൻ ആ അപ്പം കുഴിച്ചിട്ട് അതിന് വെള്ളം ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് മുത്തശ്ശിയുടെ മുറുക്കാൻ ചെല്ലത്തിലെ കൊങ്ങണം കത്തിയെടുത്തു കൊണ്ടുവന്ന അപ്പത്തിനോട് പറഞ്ഞു, നാളേക്ക് നീ മുളച്ചില്ലെങ്കിൽ ഈ കൊങ്ങണം കൊത്തിക്കൊണ്ട് ഒന്ന് രണ്ട്. അത് കേട്ട് അപ്പം പേടിച്ചു വിറച്ചു. പിറ്റേന്ന് രാവിലെ തന്നെ അപ്പം മുളച്ച് അപ്പുവിനെ കാത്തിരുന്നു. അപ്പം മുളച്ചത് കണ്ടപ്പോൾ അപ്പുവിന് സന്തോഷമായി. വീണ്ടും അതിന് വെള്ളവും വളവും കൊടുത്ത് മുത്തശ്ശിയുടെ കൊങ്ങണം കത്തി കൊണ്ടുവന്ന്, നാളേക്ക് നീ മരമായില്ലെങ്കിൽ ഈ കൊങ്ങണം കത്തി കൊണ്ടൊന്ന് രണ്ട് എന്ന് പറഞ്ഞു. പിറ്റേന്ന് അപ്പച്ചെടി മരമായി മാറി അപ്പുവിനെ കാത്തിരുന്നു. അപ്പു വന്നപ്പോൾ അപ്പമരത്തെ കണ്ട് സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു. നാളേക്ക് നിന്റെ കമ്പുകളിൽ പൂക്കളും കായ്ക്കളും കൊണ്ട് നിറയ്ക്കണം എന്നാവശ്യപ്പെട്ട് അപ്പു വീണ്ടും അപ്പമരത്തിന് വെള്ളവും വളവും കൊടുത്ത് കളിക്കാൻ പോയി. പിറ്റേന്ന് രാവിലെ തന്നെ കുളി കഴിഞ്ഞ് അപ്പു വന്ന് നോക്കിയപ്പോൾ അപ്പമരത്തിൽ നിറയെ പൂക്കളും കായ്കളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അപ്പുവിന് സന്തോഷം അടക്കാനായില്ല. അപ്പു വേഗം തന്നെ അപ്പമരത്തിലേക്ക് ചാടിക്കയറി ഓരോരോ അപ്പങ്ങളായി പറിച്ചു തിന്നാൻ തുടങ്ങി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോൾ അപ്പുവിന് നല്ല ബുദ്ധിയും ശക്തിയും ലഭിച്ചു. ദുഷ്ടബുദ്ധിയും ശക്തിയുമുള്ളൊരു രാക്ഷസി അപ്പുവിന്റെ അപ്പുമരം കണ്ട് അപ്പുവിന്റെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് തന്നെ അവൾ നല്ല ഒരു സുന്ദരിയുടെ വേഷത്തിൽ രൂപമാറ്റം വരുത്തി അപ്പമരത്തിന്റെ ചുവട്ടിലെത്തി. അപ്പു അപ്പു, എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്, ഒരപ്പം തരാമോ എന്ന് ചോദിച്ചു. നിഷ്കളങ്കനായ അപ്പു ആകട്ടെ ആ രാക്ഷസിക്ക് ഒരു അപ്പം എറിഞ്ഞു കൊടുത്തു. രാക്ഷസി അപ്പോൾ, അയ്യോ അപ്പു, അത് ചാണകക്കുഴയിൽ വീണുപോയല്ലോ, ഒരപ്പം കൂടി തരാമോ എന്ന് ചോദിച്ചു. അപ്പു വീണ്ടും ഒരപ്പം താഴേക്കിട്ടു കൊടുത്തു. അപ്പോഴേക്കും രാക്ഷസി അത് പൊന്തക്കാട്ടിൽ പോയെന്ന് പറഞ്ഞ് അവിടെയെല്ലാം തിരയുന്നത് പോലെ അഭിനയിച്ചു. ഇപ്രകാരം പലതവണ അപ്പുവിനെ കബളിപ്പിച്ച രാക്ഷസി അവസാനം അപ്പുവിനോട് അപ്പം മുടിയിൽ കെട്ടി താഴേക്ക് ഇറക്കി തരുവാൻ ആവശ്യപ്പെട്ടു. നിഷ്കളങ്കനായ അപ്പു അപ്രകാരം ചെയ്തപ്പോൾ ദുഷ്ടയായ രാക്ഷസി പെട്ടെന്ന് തന്നെ അപ്പുവിന്റെ മുടി പിടിച്ച് വലിച്ച് താഴേക്കിട്ടു. പെട്ടെന്ന് തന്നെ അവനെ ഒരു ചാക്കിൽ കെട്ടി തലയിൽ വെച്ച് കൊണ്ടുപോയി. കുറച്ചു ദൂരം ചെന്നപ്പോൾ രാക്ഷസി ഒരു പുഴക്കടവിൽ ചാക്ക് വെച്ച് കുളിക്കുവാൻ പോയി. സൂത്രക്കാരനായ അപ്പു പതുക്കെ പതുക്കെ ആ ചാക്കിൽ ഒരു ദ്വാരമുണ്ടാക്കി പുറത്തേക്ക് വന്നു. രാക്ഷസി കുളിക്കുമ്പോൾ അപ്പു ആ ചാക്കിൽ കുറെ ചപ്പും ചവറും കല്ലും ചണ്ടിയും എല്ലാം നിറച്ച് ചാക്ക് പഴയതുപോലെ കെട്ടിവെച്ച് ഒരു മരത്തിൽ കയറിയിരുന്നു. കുളി കഴിഞ്ഞ് വന്ന രാക്ഷസി ചാക്ക് തലയിൽ വെച്ച് പോകുമ്പോൾ അപ്പു രാക്ഷസിയെ പിന്തുടർന്നു. രാക്ഷസിയുടെ മുഖത്തേക്ക് ചണ്ടിയിലെ വെള്ളം ഒഴുകി. രാക്ഷസി അപ്പോൾ കോപത്തോടെ പറഞ്ഞു, അപ്പു, നീ എന്റെ തലയിലേക്ക് മൂത്രമൊഴിക്കരുത്. വളരെ വേഗത്തിൽ രാക്ഷസി വീട്ടിലേക്കെത്തി. ചാക്ക വീട്ടിനകത്ത് വെച്ച് പുറത്തേക്ക് പോയി. അപ്പോൾ അപ്പു
ആരും കാണാതെ രാക്ഷസിയുടെ വീട്ടിൽ കയറി ഒളിച്ചിരുന്നു. ആ സമയത്ത് രാക്ഷസിയുടെ പുത്രി അമ്മ കൊണ്ടുവന്ന ചാക്കിൽ എന്താണെന്നറിയാനായി ഓടിയെത്തി. അപ്പോൾ അപ്പു ഉടനെ തന്നെ ആ രാക്ഷസിയുടെ മകളെ പിടിച്ച് ആ ചാക്കിനകത്ത് കെട്ടിവെച്ചു. എന്നിട്ട് വീണ്ടും ഒളിച്ചിരുന്നു. കുറച്ചു കഴിഞ്ഞപ്പോൾ രാക്ഷസി പാചകക്കാരിയോട് പറഞ്ഞു, ആ ചാക്കിലുള്ളതിനെ വെട്ടിനുറുക്കി നല്ല രുചിയുള്ള കറി ഉണ്ടാക്കി വെക്കണം. പാചകക്കാരി രാക്ഷസിയുടെ മകളെ വെട്ടിനുറുക്കി കറി വെക്കുന്നതെല്ലാം തന്ത്രശാലിയായ അപ്പു ഒളിച്ചിരുന്ന് കാണുന്നുണ്ടായിരുന്നു. തിരിച്ചെത്തിയ രാക്ഷസി ആ കറി കുറച്ചെടുത്തു രുചിച്ചു നോക്കി. എന്നിട്ട് ദാസിയെ അഭിനന്ദിച്ചു. അതിൽ നിന്നും കുറച്ച് ദാസിക്ക് കൊടുത്ത് ദാസിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു. ആശ്വാസത്തോടെ ഇരുന്ന് ആഹാരം കഴിക്കുവാൻ തുടങ്ങിയ രാക്ഷസിയെ നോക്കി തട്ടിൻപുറത്തിരുന്നു കൊണ്ട് അപ്പു താളത്തിൽ ഈണത്തിൽ ഉറക്കെ പാടി. തന്റെ മകളെ താൻ തന്നെ തിന്നിത്തന്തുന്നോരോ ശബ്ദങ്ങൾ. പാട്ടുകേട്ട രാക്ഷസി എല്ലാ ഭാഗത്തേക്ക് നോക്കി. ആരെയും കാണാതായപ്പോൾ വീണ്ടും ആ രുചിയുള്ള ഭക്ഷണം ആക്രാന്തത്തോടെ വാരി വാരി തിന്നുവാൻ തുടങ്ങി. സന്തോഷത്തോടെ അപ്പോൾ വീണ്ടും കൈകൊട്ടി അപ്പു താളത്തിൽ പാടി. തന്റെ മകളെ താൻ തന്നെ തിന്നി തന്തുന്നോരോ ശബ്ദങ്ങൾ. അപ്പുവിന്റെ ശബ്ദം തിരിച്ചറിഞ്ഞ രാക്ഷസി തന്റെ പൊന്നോമന പുത്രിയെ തിരയുവാൻ തുടങ്ങി. അവളെ കണ്ടെത്താൻ കഴിയാതെ വന്നപ്പോൾ രാക്ഷസി നിയന്ത്രണം വിട്ട് അലറി വിളിച്ചു. അപ്പോൾ അപ്പു പറഞ്ഞു, നിന്റെ പുത്രിയെ തന്നെയാണ് ദാസി വെട്ടിനുറുക്കി കറിയാക്കിയത് എന്ന്. ഇതു കേട്ട് കലിതുള്ളിയ രാക്ഷസി അപ്പുവിനെ പിടിക്കുവാൻ തട്ടിൻപുറത്തേക്ക് എടുത്തു ചാടി. അപ്പു അപ്പോൾ താഴേക്ക് ചാടി. രാക്ഷസിയും താഴേക്ക് ചാടി. അപ്പു പുറത്തേക്ക് ഓടി. രാക്ഷസിയും പുറകെ ഓടി. അപ്പു മരത്തിലേക്ക് ഓടി കയറി. തടിച്ചുരുണ്ട രാക്ഷസി കഷ്ടപ്പെട്ട് മരത്തിൽ കയറിയപ്പോൾ അപ്പു താഴേക്ക് ചാടി മറ്റൊരു മരത്തിൽ കയറി. രാക്ഷസി വീണ്ടും താഴെ ഇറങ്ങി അപ്പുവിനെ പിടിക്കുവാൻ വീണ്ടും മരത്തിൽ കയറി. അപ്പു ഉത്സാഹത്തോടെ മരത്തിൽ കയറിയും ഇറങ്ങിയും തന്നെ കൊല്ലാൻ വന്ന രാക്ഷസിയെ കളിപ്പിച്ചുകൊണ്ടേയിരുന്നു. രാക്ഷസി തളർന്നപ്പോൾ അപ്പു ഉടനെ തന്നെ അടുത്തുള്ള പൊട്ടക്കിണറിന്റെ സമീപത്തുള്ള പ്ലാവിന്റെ മുകളിൽ കയറിയിരുന്നു. രാക്ഷസി മരത്തിന്റെ മുകളിലേക്ക് കയറാൻ തുടങ്ങിയപ്പോൾ കാൽ വഴുതി താഴേക്ക് വീണു. ഉടനെ തന്നെ അപ്പു ഒരു ചക്ക പറിച്ച് പൊട്ടക്കിണറ്റിലേക്ക് എറിഞ്ഞു. അപ്പുവാണ് കിണറ്റിൽ ചാടിയതെന്ന് കരുതിയ രാക്ഷസി ഉടനെ തന്നെ കിണറ്റിലേക്ക് എടുത്ത് ചാടി. അപ്പു കയ്യിൽ കിട്ടിയ ചപ്പും ചവറും കല്ലും എല്ലാം കിണറ്റിനകത്തേക്ക് വലിച്ചു എറിഞ്ഞു. എഴുന്നേക്കാൻ പോലും കഴിയാതെ വന്ന രാക്ഷസിയോട് അപ്പു ഇങ്ങനെ പറഞ്ഞു, താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. ഉടനെ തന്നെ അപ്പു നാട്ടുകാരെ എല്ലാം വിളിച്ച് ആ ദുഷ്ടയായ രാക്ഷസിയെ ആ പൊട്ടക്കിണറ്റിൽ തന്നെ കുഴിച്ചു മൂടി. രാക്ഷസിയെ വധിച്ച് നാടിനെ രക്ഷിച്ച അപ്പുവിനെ ഉത്സാഹത്തോടെ നാട്ടുകാർ പൊക്കിയെടുത്ത് വാദ്യാഘോഷങ്ങളോടുകൂടി വീട്ടിൽ തിരിച്ചെത്തിച്ചു. ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നന്ദി, നമസ്കാരം.